ഇതിൻ്റെ നീളത്തിലുള്ള അടിഭാഗം ഒപ്പം പിടിച്ച് അടിക്കാം. ഇത് ഒരു പീസ് നമുക്ക് ചെറുതും ഒരു പീസ് വലുതും അല്ലേ. അപ്പോൾ ഈ അടിഭാഗമാണ് നമ്മൾ പഠിച്ചത്. രണ്ട് ഭാഗം രണ്ടും ഒപ്പം വെച്ച് നമ്മൾ അടിച്ചു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഏറുള്ള ഈ തോന കൂടുതലുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെ നിന്ന് മടക്കി അടിക്കുക. അതുപോലെ തന്നെ ഈ മറ്റേ വശവും നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പം അതുപോലെ നമ്മൾ ഇത് അടിക്കട്ടോ. രണ്ട് പീസും നമ്മൾ ഒരുമിച്ച് അടിച്ചു. ഇനി നമ്മൾ ഇങ്ങനെ നല്ല വശം ഇങ്ങനെ വെച്ചു. എക്സ്ട്രാ വന്ന ഈ കഷ്ണം നമ്മളിങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ ഒപ്പം നോക്കണം കേട്ടോ. ഇവിടെ ഈ ഭാഗം ഒപ്പാണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് അടിക്കുക. ഈ വശം അടിക്കുക. ഇനി നമ്മൾ ഈ ഏറെടുത്ത തുണിയില്ല, ഏറെടുത്ത തുണി, ആ തുണിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കിക്കാണ്ട് ഈ തുണി ഇതിലൊപ്പം വെച്ചിട്ട് ഏറെടുത്ത തുണി മടക്കണം കേട്ടോ. വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് അടിക്കുക. എന്നാലേ സെപ്പറേറ്റ് ആയിട്ട് അടിക്കും വേണ്ട. പിന്നെ ഈ വശവും അങ്ങനെ അടിക്കുക. അപ്പം അങ്ങനെ രണ്ട് വശവും നമ്മൾ അടിച്ചു. ഈ വശം അടിച്ചു, ഈ വശം അടിച്ചു. ഇനി നമുക്കിത് തിരിച്ചിടുക. എങ്ങനെയെന്നുള്ളത് കാണാമല്ലോ. നമ്മൾ ഈ എക്സ്ട്രാ വന്ന
ഇത് ഉള്ളിലേക്ക് മടക്കിയപ്പോൾ ഇതിപ്പോൾ നമ്മൾ മറിച്ചിട്ടു. എക്സ്ട്രാ വന്ന തുണിയാണ് ഇതിങ്ങനെ വെച്ച്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി നമുക്കിതിൽ തലേണ ഇടാം. നല്ലൊരു തലയണ കവറായി. ഇത് തലയണ ഇതിനുള്ളിൽ ഇട്ടാൽ പുറത്ത് ചാടില്ല. ഇങ്ങനെ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ അടിച്ചതാണ് ഇതും. ആദ്യം ഇവിടെ അടിച്ചു, എന്നിട്ട് ഇതിൻ്റെ ഇവിടെ അടിച്ചു, പിന്നെ ഈ എക്സ്ട്രാ ഉള്ള തുണീൻ്റെ ഇവിടെ അടിച്ചു. വക്കൊക്കെ 2 ഭാഗവും വക്കടിച്ചു. എന്നിട്ട് പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു. ഇതിങ്ങനെ ഇവിടുന്ന് അടിച്ചപ്പോൾ അടിച്ചിന് അടിയിൽ കൂടെ നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള തുണി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇതിൻ്റെ ഒപ്പം കൂട്ടിയടിക്കാൻ. അല്ലെങ്കിൽ ഇത് അടിക്കണതിന് മുന്നേ ഈ എക്സ്ട്രാ തുണി നമ്മൾ ഇതിൻ്റെ പാകത്തിന് അടിച്ച് മടക്കി വെച്ചിട്ട് അടിച്ചതിന് ശേഷം ഈ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ടുകാണ്ട് അടിച്ച് ഇങ്ങനെ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം.